ഇത്രയും സമയമായിട്ട് നിങ്ങളോട് പറഞ്ഞ സമയമൊക്കെ കടന്നു. അതും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. പേരാമ്പ്ര നിയോജകമണ്ഡലത്തിലേക്ക് കാലെടുത്ത് വെച്ച പരിപാടി പറയുന്ന സമയത്തൊക്കെ എത്തിയാലും അവിടെ നിന്നിട്ട് ഇറങ്ങാൻ കുറച്ചൊരു സമയമാണ്. കാരണം 48 വർഷത്തിന്റെ കാത്തിരിപ്പ് ഓരോ മനുഷ്യരിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം കൈ പിടിക്കുന്ന ഓരോ ആൾക്കാരും, അമ്മമാര്, കുഞ്ഞുങ്ങള്, നമ്മുടെ പ്രായം ചെന്നിട്ടുള്ള മുതിർന്ന ആളുകള് എല്ലാവരും കൈപിടിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ കാത്തിരിപ്പിന്റെ കഥയാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുയിപ്പോത്ത് അങ്ങാടിയിലേക്ക് വന്നാലും നിങ്ങളും കാത്തിരിക്കുന്നത് നിങ്ങളുടെ കഥകൾ പറയാൻ, നിങ്ങളുടെ പ്രതീക്ഷകൾ പറയാൻ, നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന മാറ്റത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഒക്കെ പ്രതീക്ഷയ്ക്ക് ഒപ്പം നിങ്ങളുടെ ഒക്കെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോകത്തേക്ക് നടക്കാൻ തീരുമാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാത്തിനും മുകളിലായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകിയത്. വോട്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയില് നിങ്ങളൊരു വോട്ടിംഗ് മെഷീന്റെ അടുത്ത് പോയിട്ട് ചെയ്ത ഒരു സാധാരണ വോട്ടല്ല. ഈ നാട്ടിലെ പേരാമ്പ്രയിലെ എന്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ നിങ്ങൾ വിരലമർത്തുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടിയെന്ന്. പലരും പറഞ്ഞിട്ടുണ്ട് കുട്ടിയല്ലേ, നന്നപ്പം തിരുത്തി പറഞ്ഞത് എന്താ അറിയോ, ഞങ്ങളെ കുട്ടിയാണ് എന്നുള്ളതാ. അത് അക്ഷരം പ്രതി ശരിയാക്കുന്ന രൂപത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും സംസാരിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിൽ നിന്ന് ഫോണില്ലാത്ത, ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത അമ്മമാരുടെ ഫോണിൽ എനിക്ക് വന്നിട്ടുണ്ട്. വളരെ സാധാരണയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു മുസ്ലിയാരായിട്ടുള്ള ഒരു ഉപ്പയുടെ വീട്ടിൽ പോയിട്ട് എനിക്കൊന്ന് വിളിച്ചു തരോ എന്ന് ചോദിച്ച് ഫോൺ വിളിച്ച് എന്നെ കാത്തിരിക്കുന്നുണ്ട് ഈ പഞ്ചായത്തിൽ എന്നുള്ളത് എനിക്കറിയാം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അങ്ങനെ എത്ര ആളുകളാ, അവരെവിടെ നിന്നാണ് എന്നെ മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. അവരിലേക്ക് എങ്ങനെയാണ് ഞാൻ എത്തിയത് എന്നും എനിക്കറിയില്ല. പക്ഷേ അവരുടെ ഒക്കെ പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ നേടിയിട്ടുള്ള, UDF നേടിയിട്ടുള്ള വിജയം എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പിന്നെ UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 140 മണ്ഡലങ്ങളിൽ എല്ലാവരും മത്സരത്തിലായിരുന്നു. എല്ലാവരും ഈ റണ്ണിംഗ് റേസ് കോമ്പറ്റീഷന് മുമ്പിൽ നിന്നപ്പോൾ അതിലാദ്യം ഓടിയെത്തിയ ആളുകൾ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലുള്ള ആളുകളാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലുള്ള ആളുകൾ നമ്മളെ പല ആളുകളും കളിയാക്കി. നമ്മളോട് പറഞ്ഞു, ജാതിയുടെ പേര് പറഞ്ഞു, മതത്തിന്റെ പേര് പറഞ്ഞു, ഇല്ലാ കഥകൾ പറഞ്ഞു, നുണപ്രചരണങ്ങൾ നടത്തി. ആരെ കുറിച്ച് എന്ന് നിങ്ങൾ ഓർക്കണം, നമ്മളെ കുറിച്ച്, ഈ നാടിനെ കുറിച്ച് എന്താണ് ഇവരൊക്കെ കരുതിയിട്ടുള്ളത്? നമ്മളൊക്കെ ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നുണക്കഥകൾ പ്രചരിപ്പിച്ചാൽ അതൊക്കെ വിശ്വസിക്കുമെന്നുള്ളതാണോ ഇവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്? അതങ്ങനെയല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് തെറ്റി എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ അവർക്കുള്ള മധുരപരമായിട്ടുള്ള മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തേടിയിട്ടുള്ള വിജയം. ഇത് മതനിരപേക്ഷതയുടെ വിജയമാണ്. കേരളം ട്രാക്കിൽ നിന്ന് പോകുന്നു എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അങ്ങനെയല്ല. നിങ്ങൾ പേരാമ്പ്രയിലേക്ക് നോക്കൂ. നിങ്ങൾ മതം ഉപയോഗിച്ചുകൊണ്ട്, മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പം ഞങ്ങൾ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളത് നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്. തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇതിലും വലിയ സന്ദേശം മറ്റൊരു മണ്ഡലത്തിലും ഉണ്ടായിട്ടില്ല. മറ്റൊരു മണ്ഡലത്തിൽ നിന്നും ഇതുപോലെയുള്ള സന്ദേശം ഉയർന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ തീരുമാനമുണ്ടല്ലോ, നിങ്ങളെടുത്ത തീരുമാനം, അതിൽ മതമില്ല, ജാതിയില്ല, ലിംഗമില്ല, രാഷ്ട്രീയമില്ല, ഇതൊന്നുമില്ലാതെ എല്ലാത്തിനും ഉപരിയായി നിങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹം,
അത് തിരിച്ചു തരാൻ ഞാനും എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാനും ബാധ്യസ്ഥയാണ്, ഞാൻ കടപ്പെട്ടവളാണ്. നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഞാനും കടപ്പെട്ടവളാണ്. 100% നിങ്ങളുടെ ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളോടൊപ്പം നടക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്ത തീരുമാനം. അത് ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ. പേരാമ്പ്രയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നാൽ പേരാമ്പ്രയിലുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയുമുള്ള ശ്രമം എന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പ് നൽകുകയാണ്. പിന്നെ മുഴിപ്പുറത്തേക്ക് വരുമ്പം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ട്, ഒത്തിരി വിഷയങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങളൊക്കെ പല ആളുകളും പറഞ്ഞു. കൃഷിയോഗ്യമല്ലാത്ത മണ്ണ് ഇവിടെ കിടക്കുന്നുണ്ട്, അവിടേക്ക് കൃഷി തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ വന്നു. നമ്മളുടെ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ വന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ തീരുമാനിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ഏറ്റവും ആദ്യം തന്നെ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വാക്ക് തരുന്നു. ഞാനൊരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരു ബജറ്റ് വരാനിരിക്കുകയാണ്. വരുന്ന ദിവസം നമ്മുടെ ബജറ്റ് സമ്മേളനം നടക്കുക. അത് മുഴുവൻ ബജറ്റ് അല്ല എങ്കിൽ കൂടി ഇവിടെ വോട്ട് ചോദിച്ചു വന്നപ്പം നെടുമ്പംകുന്നിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട്. ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം ഞാൻ ആദ്യത്തെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. മനസ്സിലുണ്ട് ഈ മണ്ണ്, മനസ്സിലുണ്ട് ഈ വഴികൾ, നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എന്റെ മനസ്സിലുണ്ട്. ജീവിതത്തിൽ ഇനിയൊരു മരണകാലം വരുന്നത് വരെ നിങ്ങളൊക്കെ എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ, നിങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ നാട്ടില് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വികസനത്തിന്റെ വലിയ സ്വപ്ന ലോകം നമുക്ക് പണിയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. ഈ സ്നേഹത്തിന്, ഈ നിങ്ങൾ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നന്ദി. ജയ് ഹിന്ദ്.